ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഈ ദൈവവചന സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലവിധമാകുന്ന ആവശ്യങ്ങളുടെ നടുവിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഉത്തരം പരിശുദ്ധാത്മാവ് തെരുമാറാകട്ടെ. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴായി ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഈ മെസ്സേജിലൂടെ കർത്താവ് ആൻസർ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വസിക്കുന്ന ദൈവജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ യേശു മതിയായവനാണ്. അടഞ്ഞ വഴികളെ തുറക്കാൻ ദൈവം ശക്തനാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാകുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അത് വിശ്വസിക്കുക. നമ്മൾ സേവിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന യേശു ആരാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിച്ചാൽ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, പല വിഷയത്തിൻ്റെയും നടുവിൽ പ്രതീക്ഷ അസ്തമിച്ച പലരും ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. ഹോപ്പ് ഇല്ല. ആ വിഷയത്തിൻ്റെ നടുവിൽ ഇനിയൊരു പ്രതീക്ഷയില്ല, ഇനി ഹോപ്പില്ല, ഇനിയൊരു സാധ്യത ഞാൻ കാണുന്നില്ല, ഒരു വിടുതലിൻ്റെ സാധ്യത, ദൈവപ്രവൃത്തിയുടെ സാധ്യത ഞാൻ കാണുന്നില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ പ്രതീക്ഷ അസ്തമിച്ചു എന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിഷയത്തിനകത്ത് പാസ്റ്ററെ, ദൈവദാസ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല. അതിനകത്ത് പ്രതീക്ഷ ഉണ്ടാകുമ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെ ചില വഴികളുണ്ട്, ഒരു സാധ്യതയുണ്ട്, അങ്ങനെയാണ് പ്രാർത്ഥിക്കാമെന്നല്ലേ നീ പറയുന്നത്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, വിഷയം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനകത്ത് ദൈവം പ്രതീക്ഷ തരാൻ പോകുകയാണ്. സ്തോത്രം. സാധ്യത ഇല്ലാത്തിടത്ത് ദൈവ സാധ്യത ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇനി അതിനകത്തൊരു പ്രതീക്ഷയില്ല, ഹോപ്പില്ല, ഇനി അതിനകത്ത് വെളിച്ചം വീശുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ആ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. എഴുതി വെച്ചോ, പ്രാർത്ഥിച്ചു, ഈ വചനം വച്ചു പ്രാർത്ഥിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ സ്തോത്രം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഇപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. അർത്ഥം, വെളിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. വെളിച്ചമില്ല. വെളിച്ചം ആ വിഷയത്തിനകത്ത് വരത്തില്ല എന്ന് പറഞ്ഞാൽ വിടുതൽ, ഡെലിവറൻസ്, ഉത്തരം ഇല്ല. വെളിച്ചമില്ല. വെളിച്ചം അതിനെയല്ലേ സൂചിപ്പിക്കുന്നത്. ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് ഞാൻ കാണുന്നില്ല. റൈറ്റ് നൗ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പോലും, ഇപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ വെളിച്ചം ശോഭിക്കുന്നത് ഞാൻ കാണുന്നില്ല. എങ്കിലും എനിക്ക് പ്രതീക്ഷയില്ലെങ്കിലും, എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിക്കും പ്രതീക്ഷയില്ലെങ്കിലും, കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ ഉപമിച്ചിരിക്കുന്ന പല ഉപമാനങ്ങളിൽ ഒരു കാര്യം കാറ്റിനോടാണ്. ദൈവത്തിൻ്റെ കാറ്റ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ പ്രതീക്ഷ ഉണ്ടാകും. താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ബ്രദർ, സിസ്റ്റർ? താങ്കൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനകത്ത് ദൈവം പ്രതീക്ഷ തരാൻ പോകുക. ആ പദം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കണം. പ്രതീക്ഷ നഷ്ടപ്പെട്ട എൻ്റെ മകൻ്റെ, മകളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഭാവിയുടെ, എൻ്റെ ജോലിയുടെ, എൻ്റെ ശുശ്രൂഷയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ദൈവം പ്രതീക്ഷ തരാൻ പോകുകയാണ്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിലെ തന്നെ വാക്യമാണ്. ഒരു വൃക്ഷം ആയിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അത് പൊട്ടിക്കിളിർക്കും. സ്തോത്രം. വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ അത് വീണ്ടും തളിരിടും. 14-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം 7 തൊട്ടാണ് വായിക്കുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. എന്ന് പറഞ്ഞാൽ വെട്ടി വൃക്ഷത്തെ, വേര് നിലത്ത് പഴകി, 3 കുറ്റി മണ്ണിൽ കെട്ടുപോയി. എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ വെട്ടി അതിന് വേര് പഴകി, അതിൻ്റെ വേര് പഴകി, വേരിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയി. ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? വേര് പഴകിപ്പോയി, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കുറ്റി മണ്ണിനകത്ത് കെട്ടുപോയി, ഇനി ആ കുറ്റി കൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രതീക്ഷയുണ്ടോ? ഇല്ല, ഒരു പ്രതീക്ഷയില്ല. അടുത്ത പദം, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഹല്ലേലൂയ. ആകാശത്ത് വെളിച്ചം ശോഭിച്ചില്ലെങ്കിലും കാറ്റുണ്ടെങ്കിൽ അത് തെളിവാകും. വൃക്ഷത്തെ വെട്ടിയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വേര് പഴകിയാലും വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ അത് കിളിർക്കാൻ തുടങ്ങും. സ്തോത്രം. വെള്ളത്തെ ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്ക് ഉപമിക്കാം. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, വെട്ടിയാലും കെട്ടുപോയാലും നഷ്ടപ്പെട്ടു പോയാലും ഇന്ന് ഈ ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക. വചനത്തെ ദൈവത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടി പൊട്ടിക്കിളിർക്കുന്ന വൃക്ഷത്തെ പോലെ ഞാൻ തളിരിടും. എൻ്റെ വിഷയം തളിരിടും. നിർജീവമായി കിടന്ന വിഷയത്തെ ദൈവം സജീവമാക്കും. രൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു സഹോദരി, പേര് നവോമി. അവളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവ് മരിച്ചു, 2 മക്കൾ മരിച്ചു, ഒരു മരുമകൾ അവളെ ഇട്ടേച്ചു പോയി. ഒരു മരുമകൾ മറ്റൊരു മരുമകളുമായി ആ സഹോദരി തിരിച്ച് ബേദലഹേമിലേക്ക് വരികയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. പേര് നവോമി എന്ന് പറഞ്ഞാൽ എൻ്റെ ആനന്ദമായവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആനന്ദം. ആ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ, മോവാബ് ദേശത്തിലേക്ക് പോയി മോവാബ് ദേശം വിട്ട് ബേദലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ, 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ അവർ 2 പേരും ബേദലഹേം വരെ നടന്നു. അവർ ബേദലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകി. ഈ ദേശത്തൊരു ക്ഷാമം ഉണ്ടായപ്പോൾ ഈ ദേശം വിട്ടു പോയവരാ. ആ ദേശത്ത് മറ്റ് ദേശത്ത് ചെന്നപ്പോൾ, മോവാബ് ദേശത്ത് ചെന്നപ്പോൾ അവർക്കുണ്ടായിരുന്നതും കൂടെ നഷ്ടപ്പെട്ടേച്ച് ബേദലഹേമിൽ ദൈവം സന്ദർശിച്ചെന്നും പറഞ്ഞ് ആഹാരം ഉണ്ടായെന്നും പറഞ്ഞ് ഇട്ടേച്ചു പോയ ബേദലഹേമിലേക്ക് തിരിച്ചു വന്നു. ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. ആളുകൾ ഇവർക്ക് നേരെ ഇളകാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു, നവോമിയല്ലേ ആ വരുന്ന, ഇവൾ നവോമിയാ എന്ന് സ്ത്രീജനമെല്ലാം പറയാൻ തുടങ്ങി. ഇവൾ ആനന്ദമായവൾ, അതേ വരുന്നു നവോമി. അപ്പോൾ നവോമി മറുപടി പറയുന്നൊരു കാര്യമുണ്ട്. 20-ാം വാക്യത്തിൽ, അവൾ അവരോട്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കൊണ്ട് നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? കണ്ടോ, ആനന്ദമെന്ന പേരിന് അർത്ഥമുള്ള നവോമിയെ ആളുകൾ വിളിച്ചപ്പോൾ നവോമി പറയുകയാണ്, എന്നെ നവോമി എന്ന് ഇനി വിളിക്കണ്ട, ആനന്ദമെന്ന് എന്നെ വിളിക്കണ്ട, എന്നെ കയ്പെന്ന് വിളിക്കുക. അത്യന്തം കയ്പായതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
എല്ലാം പ്രതീക്ഷകളും അസ്തമിച്ചു. നിറഞ്ഞവളായിട്ടായിരുന്നു പോയത്, ഇപ്പോൾ ഒഴിഞ്ഞവളായിട്ട് വന്നു. എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് വന്നു. ദൈവം എനിക്ക് വിരോധമായിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവശക്തൻ്റെ കൈ എനിക്ക് പ്രതികൂലമായിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ദൈവത്തിൻ്റെ കൈ പോലും എനിക്ക് വിരോധമായെന്ന് പറഞ്ഞ് ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ മടങ്ങി വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ തിന്മയെ നന്മയാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ തിന്മയ്ക്കായിട്ട് നിരൂപിക്കുന്നൊരു ദൈവത്തെയല്ല നീ വിളിക്കുന്നത്. യേശു നിൻ്റെ തിന്മയ്ക്കായിട്ട് നിരൂപിക്കുന്ന ദൈവമല്ല, നന്മയ്ക്കായിട്ട് നിരൂപിക്കുന്ന ദൈവമാണ്. തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ശത്രു ദോഷത്തിനായിട്ട് ചെയ്തത്, മറ്റു മനുഷ്യർ തിന്മയ്ക്കായിട്ട് ചെയ്തത്, വീഴ്ചയ്ക്കായിട്ട് ചെയ്തത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം, ഉയർച്ചയ്ക്കാക്കി തീർക്കുന്ന ദൈവം, വിടുതലിനാക്കി തീർക്കുന്ന ദൈവം, വിശാലതയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ പേരാണ് യേശു ക്രിസ്തു. ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ബ്രദർ, സിസ്റ്റർ, താങ്കളിപ്പോൾ പറയുന്നില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇത് തിന്മയ്ക്കായിട്ടാണ് സംഭവിച്ചത്, ഇത് എൻ്റെ അവസാനമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു, ഞാൻ ഇനി മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, മരണമല്ലാതെ മറ്റൊന്ന് എൻ്റെ മുമ്പിലെന്നത് പറയുന്ന, പലപ്പോഴും മരിക്കുവാനായി തീരുമാനിച്ച സഹോദരനോട് സഹോദരിയോട് ദൈവം പറയുന്നു, ഇല്ല, തിന്മയ്ക്കായിട്ടെന്ന് തോന്നുന്നതിനെ നന്മയ്ക്കാക്കി മാറ്റുവാൻ കരുത്തുള്ള ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യേശുവെന്ന വിശ്വസിക്ക്, വിളിച്ചപേക്ഷിക്ക്, ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. നവോമി മടങ്ങി വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവളായി മടങ്ങി വന്നു. പക്ഷേ അവൾ മടങ്ങി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബേഥലഹേം വിട്ടുപോയി, പക്ഷെ മടങ്ങി വന്നു. ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവോ, റിപ്പൻറ്റൻസോടെ, മാനസാന്തരത്തോടെ, കണ്ണുനീരോടെ, താഴ്മയോടെ മടങ്ങി വരുവോ, അവരെയെല്ലാം വീണ്ടും കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. നവോമി മടങ്ങി വന്നു എന്ന് മാത്രമല്ല, അവൾ മടങ്ങി വന്നത് റൈറ്റ് ടൈമിലാണ്. 22 വാക്യത്തിൽ, 1 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേഥലഹേമിലെത്തി. റൈറ്റ് ടൈമിലാണ് അവർ ബേഥലഹേമിലേക്ക് മടങ്ങി വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, സ്നാനപ്പെടുവാൻ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകുവാൻ, ചില നല്ല തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുത്തിട്ട് നീ പുറകോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. നോ, മാറ്റിവെക്കരുത്. തിരക്കൊക്കെ മാറ്റിവെക്ക്. പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക. ഇപ്പോഴാ റൈറ്റ് ടൈം. നാളെയല്ല, അടുത്ത മണിക്കൂറല്ല, റൈറ്റ് ടൈം ഇപ്പോഴാ. പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോഴാ റൈറ്റ് ടൈം. നാളെയല്ല, മറ്റന്നാളല്ല, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഇപ്പോൾ ചെയ്താൽ വിടുതല, ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ വിടുതല, ഇപ്പോൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്താൽ വിടുതല, ഇപ്പോൾ യോഗത്തിന് പോകാൻ തീരുമാനമെടുത്താൽ വിടുതല, ബൈബിൾ വായിക്കാൻ തീരുമാനമെടുത്താൽ വിടുതല. യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേഥലഹേമിലെത്തി, റൈറ്റ് ടൈമിലെത്തി. പിന്നീട് സംഭവിച്ചത് മൊത്തം ചരിത്രമാണ്. രൂത്ത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കയറിപ്പറ്റുകയാണ്. അവളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. നവോമിയുടെ ജീവിതത്തിനകത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട നവോമിയുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മടങ്ങി വന്നപ്പോൾ, മടങ്ങി വാ, ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായത്തിൽ പ്രതീക്ഷ അസ്തമിച്ച ഒരു പള്ളിപ്രമാണി യായിറോസ്, അദ്ദേഹത്തിൻ്റെ മകൾ മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുകയാണ്. യേശുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇവരുടെ അടുത്തോട്ട് വരിക. യായിറോസും യേശുവും കൂടെ യായിറോസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാളൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് വരിക, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? ഇനി
പ്രാർത്ഥിക്കുന്നത് എന്തിന്? ഇനി വചനം കേൾക്കുന്നത് എന്തിന്? ഇനി ഉപവസിക്കുന്നത് എന്തിന്? എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ എന്നുള്ള ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയും ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിന്? ഇല്ല. ഇനി എന്തിന് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യും. പ്രതീക്ഷ അവസാനിച്ചു എന്നത് യാഥാർത്ഥ്യത്തിൻ്റെ വാർത്തയാണ്. പക്ഷേ യേശു പറയുന്നു, വിശ്വസിക്കുക. പ്രതീക്ഷയില്ലാത്തടത്ത് അത്ഭുതം ചെയ്യാൻ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു വെപ്പണാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പ്രതീക്ഷ അസ്തമിച്ച സ്ഥാനത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എന്തിനാ ഇനി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശു അത്ഭുതം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 27:20 പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ച ആ കപ്പലിൽ അവരിരുന്നു കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ടിരിക്കുക, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി, പ്രതീക്ഷ അറ്റുപോയി, പ്രതീക്ഷ അറ്റുപോയി. ഒരു പട്ടം പറത്തുമ്പോൾ, ഒരു കൈറ്റ് പറത്തുമ്പോൾ താഴെ ഒരു നൂല് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യും. ചില കുഞ്ഞുങ്ങൾ, ചില വ്യക്തികൾ ഈ പട്ടം പറത്തുമ്പോൾ അത് ഒരുപാട് അങ്ങ് അയച്ചുവിടും. അത് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കും. പക്ഷെ പറന്ന് കാറ്റിൻ്റെ വേഗത നിമിത്തം, കാറ്റിൻ്റെ ശക്തി നിമിത്തം ഈ പട്ടം താഴെ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഇരിക്കുന്ന നൂലുമായിട്ടുള്ള ബന്ധം അറ്റുപോയിട്ട് ഈ വ്യക്തിക്ക് കൺട്രോള് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പട്ടം ഈ വ്യക്തിയെ വിട്ട്, ഈ നൂല് വിട്ട്, ഈ കണക്ഷൻ വിട്ട് പറന്നുപോയി. ആ പട്ടം ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കാരണം ആ ബന്ധം അറ്റുപോയി. ഇനി ആ പട്ടം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഒരുപക്ഷെ അത് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വീഴും, അല്ലെങ്കിൽ അത് പാറി കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും മരച്ചില്ലികളിൽ അത് വന്ന് വീഴും. പിന്നെ കാണത്തില്ല, അറിയത്തില്ല. ഒറ്റവാക്ക് നമ്മൾ പറയും, അറ്റുപോയി, ബന്ധം അറ്റുപോയി, ആ ലിങ്ക് അറ്റുപോയി, ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല ഈ കാര്യം എന്ന് പറയുന്നത് പോലെ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. അങ്ങനെയാണോ താങ്കളിപ്പോൾ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമയിൽ അവർ കാലുകുത്തി. സ്തോത്രം. യായിറൂസിൻ്റെ മകളെ യേശു ഉയർപ്പിച്ചു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വെളിച്ചം ശോഭിക്കുന്നതായി കണ്ടില്ലെങ്കിലും കാറ്റ് കടന്നതിനെ തെളിവാക്കി, നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി മടക്കിക്കൊടുത്തു. അങ്ങനാണെങ്കിൽ ഈ സമയം നിങ്ങൾ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് വിശ്വസിക്ക്. പ്രതീക്ഷ അസ്തമിച്ച, പ്രതീക്ഷയില്ലാത്തിടത്ത്, ഹോപ്പ് നഷ്ടപ്പെട്ടിടത്ത്, ആശ അറ്റുപോയിടത്ത് യേശു അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധ പിതാവേ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ മെസ്സേജ് കേൾക്കുന്ന അവിടുത്തെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ അറ്റുപോയിടത്ത്, വഴി അടഞ്ഞു പോയിടത്ത്, മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് അത്ഭുതം ചെയ്യാൻ അപ്പാ അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് കേട്ട് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഉരുവിട്ട് നവോമി മടങ്ങി വന്നതുപോലെ മടങ്ങി വന്ന ദൈവസന്നിധിയിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ അവരുടെ എത്ര വലിയ വിഷയമാകട്ടെ, അതിനകത്ത് വചനത്തിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുമാറാകണമേ. ഈ പ്രിയപ്പെട്ടവർ വിശ്വസിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ അങ്ങ് കേൾപ്പിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.